ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കാണാതായ ജോയിക്കായുള്ള തെരച്ചിൽ 32 മണിക്കൂർ പിന്നിട്ടിട്ടും ഫലമുണ്ടായില്ല. എൻഡിആർഎഫും ഫയർഫോഴ്സും അടക്കം സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘത്തിന്റെ പരിശോധന ഇന്ന് താൽക്കാലികമായി അവസാനിപ്പിച്ചു. അതേസമയം മാലിന്യം നീക്കുന്നതിൽ കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കം. റെയിൽവേയുടെ ഭാഗത്തുള്ള തോട് വൃത്തിയാക്കേണ്ടതിന്റെയും ചുമതല കോർപ്പറേഷനാണെന്നാണ് റെയിൽവേ ADRM MR വിജിയുടെ പ്രതികരണം. ഞങ്ങൾ ക്ലീൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ, നഗരസഭ തന്നിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞങ്ങൾ അന്വേഷിക്കാം. ഞങ്ങൾ അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ഓഫീസ്, ഞങ്ങൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം, നഗരസഭ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ റിക്വസ്റ്റ് വന്നിട്ടില്ല. ഞങ്ങൾ റെഡിയാണ് അവർക്ക് കൊടുക്കാനായിട്ട്. പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിപ്പോ ഈ ഒരു ഞങ്ങളിപ്പോ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ എന്താ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, മെഷ് ഉണ്ടല്ലോ, മെഷിനെ നമ്മൾ കുറച്ചൊന്ന് എൻഫോഴ്സ് ചെയ്യാൻ പോവാണ്. ആ മെഷ് നമ്മൾ കണ്ടല്ലോ, ഈ പാർസൽ ഓഫീസ് സൈഡിൽ വരുന്ന മെഷ്, നെറ്റ് ഇച്ചിരി വലിയ നെറ്റാണ്. അതുകൊണ്ടാണ് ഈ വലിയ ഫോഴ്സിൽ വരുമ്പോൾ വെള്ളം മുഴുവൻ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം നമ്മുടെ ഇങ്ങോട്ട് കയറി വരുന്നത്. സോ അവിടെ ആ മെഷ് ഞങ്ങളൊന്ന് കുറച്ചും കൂടെ പ്രോപ്പർ ചെറിയ മെഷ് ഇട്ട്, സോ ദാറ്റ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് അകത്ത് കയറത്തില്ല. പിന്നെ അടിയിലുള്ള ഇറോഷൻ ഉണ്ട്, അതും ഞങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് കോർപ്പറേഷൻ എപ്പം വന്നാലും അവർക്ക് ക്ലീൻ ചെയ്യാനുള്ള പെർമിഷൻ റെയിൽവേ കൊടുക്കും. അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഇതുമില്ല. എന്നിട്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഫുഡ് കൊടുത്തു എല്ലാവർക്കും, എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻ ആൾക്കാർക്കും. ഞങ്ങളെല്ലാം റെയിൽവേക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം റെയിൽവേ ചെയ്തു. എന്നാൽ ഒരു യോഗത്തിൽ പോലും DRMO and get the canal clean. We are always in discussions and dialogue, and this time earlier the corporation used to do the cleaning, so this time we have also started to do the waste cleaning. As you can see that waste which is dumped here. എന്നാൽ ഒരു യോഗത്തിൽ പോലും DRMO ADRMO പങ്കെടുത്തിട്ടില്ലെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. നഗരസഭ പെർമിഷൻ ചോദിച്ച് കത്ത് കൊടുത്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല. നഗരസഭ കൃത്യമായി ഇത് റെയിൽവേ പ്രോപ്പർട്ടിയാണെന്നും റെയിൽവേയാണ് ഇത് ചെയ്യേണ്ടതെന്നും ഇന്നലെ മാധ്യമങ്ങളിലെല്ലാം പ്രചരിപ്പിച്ചതാണല്ലോ. ഞാൻ രേഖയുടെ അടിസ്ഥാനത്തിൽ, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പറയുന്നത്. അതായത് മാധ്യമങ്ങളിൽ നിങ്ങൾക്കെല്ലാവർക്കും അയച്ചു തന്നത് പ്രകാരം അത് അവസാനം കൊടുത്ത നോട്ടീസ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നിരവധി തവണ ഓർമ്മക്കുറിപ്പുകൾ കൊടുത്തു. ഇത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ വന്നിട്ടുള്ള മഴയെ തുടർന്ന് നമ്മുടെ നഗരത്തിൽ ആദ്യം വെള്ളക്കെട്ടുണ്ടാകുന്നു. അന്ന് നമ്മുടെ ബഹുമാന്യനായ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നിരവധി യോഗങ്ങൾ ചേർന്നു, നഗരസഭയിൽ നിരവധി യോഗങ്ങൾ ചേർന്നു. നമ്മുടെയൊക്കെ അനുഭവം എന്താ, ഇത്തരം യോഗങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ജില്ലയുടെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി, നേരത്തെ ബഹുമാന്യനായി ഈ മണ്ഡലത്തിന്റെ MLA അദ്ദേഹം കൂടി മന്ത്രിയായിരുന്നു, 2 മന്ത്രിമാർ പങ്കെടുത്ത് യോഗങ്ങൾ വിളിച്ച നിരവധി അവസരങ്ങളുണ്ട് മഴക്കാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നമ്മൾ പൊതുവെ അത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് DRMനാണ് അറിയിപ്പ് കൊടുക്കുക. പക്ഷെ അതിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതാരാ? DRMO, ഈ പറയുന്ന ADRMO ആരും ഇന്നുവരെ ഈ സമീപകാലത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു യോഗത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല. അവർക്ക് എങ്ങനെയാ ഇത് പറയാൻ കഴിയുക? യോഗത്തിലുള്ള തീരുമാനം പോലും അവരെങ്ങനെ അറിയാം? അതിനു പകരം ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിടുക. അവര് സ്വാഭാവികമായും യോഗത്തിനകത്ത് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ മുകളിലേക്ക് ചോദിച്ചിട്ട് പറയാം. ആവർത്തിച്ച് ഈ വിഷയം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ ആലോചിച്ച പ്രകാരം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ മഴക്കാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ള യോഗങ്ങൾ, അതിന്റെ തീരുമാനങ്ങൾ നമുക്കറിയാം. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ വകുപ്പുകളും ചെയ്യേണ്ട പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭ നഗരസഭയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ കണ്ടതുപോലെ ഒരു നോട്ടീസ് 7 ദിവസത്തെ സമയം കൊടുത്തുകൊണ്ട് ഒരു നോട്ടീസ് റെയിൽവേക്ക് നൽകുകയും
അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നിരന്തരമായ ഫോളോ അപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടെൻഡർ നടപടിയിലേക്കെങ്കിലും റെയിൽവേക്ക് പോകാൻ വേണ്ടി സാധിച്ചത്. അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ ഭാഗമായി ബഹുമാന്യനായ കളക്ടറും അതിൽ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് റെയിൽവേ വന്നത്. റെയിൽവേയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ മാലിന്യങ്ങൾ അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നവർ പറയുന്നു. അത് തെളിവ് സഹിതം കാണിക്കാൻ റെയിൽവേ തയ്യാറാണോ? രണ്ടുതരം മാലിന്യങ്ങളുണ്ടല്ലോ, ഒന്ന് സോളിഡ് വേസ്റ്റ് ആണ്. ഇന്നലെ നമുക്കറിയാം 3ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടെ നമ്മൾ ആ റോബോട്ടിക് മിഷൻ വെച്ച് ആ പ്ലാറ്റ്ഫോം ആ മാൻഹോൾ തുറന്ന് പരിശോധിക്കുമ്പോൾ റെയിൽ നീർ എന്ന് പറയുന്ന റെയിൽവേയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുപ്പിവെള്ളത്തിന്റെ കുപ്പിയടക്കം, ആ മിനറൽ വാട്ടറിന്റെ കുപ്പിയടക്കമാണ് നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിൽ നിന്ന് അത് എടുത്തു മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അത് പുറത്തുനിന്ന് ഈ റെയിൽവേ സ്റ്റേഷന് പുറത്തുനിന്ന് അല്ലെങ്കിൽ ഈ ട്രെയിനിന് പുറത്തുനിന്ന് മറ്റേതെങ്കിലും സ്ഥലത്ത് നഗരസഭയുടെ പരിധിയിൽ പോയി വാങ്ങി ഇവിടെ കൊണ്ട് കളയാൻ എന്തായാലും നമുക്ക് പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ആമേഴഞ്ചൻ തോട് ഒഴുകി വരുന്ന ഏതെങ്കിലും പ്രദേശത്ത് റെയിൽ നീരെന്ന് പറയുന്ന പാനീയം വാങ്ങി അവിടെ നിന്ന് കുടിച്ചതിന് ശേഷം ആമേഴഞ്ചൻ തോടിലേക്ക് വലിച്ചെറിയാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇതൊരു ബോധപൂർവമായി റെയിൽവേയുടെ ഭാഗത്തു നിന്ന് മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു ഇടപെടലും നടത്താതെ അതിനു പകരം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരം ഈ ജലാശയങ്ങൾ അത് വൃത്തിഹീനമാക്കുന്നതിന് അവരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ബോധപൂർവമായി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധനയടക്കം നഗരസഭ ചെയ്യും. ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇപ്പൊ സോളിഡ് വേസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ലിക്വിഡ് വേസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോ നമുക്കറിയാം നമ്മളെല്ലാവരും റെയിൽവേ സ്റ്റേഷനകത്ത് പലതവണയായി വന്നു പോകുമ്പോൾ ട്രെയിൻ കഴുകിയ മാലിന്യം അടക്കം, അതായത് വാഷ് ചെയ്യുന്ന മാലിന്യം അടക്കം, ഫീക്കൽ വേസ്റ്റ് മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ETPO, STPO അടക്കമുള്ള ഏതെങ്കിലും സംവിധാനം ഈ തിരുവനന്തപുരത്ത് റെയിൽവേക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഇനി കുറച്ചു ദിവസം മുന്നേയുള്ള ഒരു അനുഭവം കൂടി ഞാൻ പറയാം. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പത്രം തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. റെയിൽവേയുടെ വേളിയിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നു എന്നതാണ് ആ റിപ്പോർട്ട് വരുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഈ വിഷയം അറിയുകയും സെക്രട്ടറി അവിടെ സ്ഥലപരിശോധന, സെക്രട്ടറി നേരിട്ട് നഗരസഭയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി സെക്രട്ടറി നേരിട്ട് ആ സ്ഥലത്ത് പോയി പരിശോധിക്കുകയും അവിടെ നിരന്തരം ഇടപെട്ട് അവസാനം ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ വിഷയം അറിയിക്കുകയും അദ്ദേഹം പറഞ്ഞു മുഖം നോക്കാതെ നടപടിയെടുക്കണം. കാരണം മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പ്രാധാന്യമാണ്. അതുകൊണ്ട് മുഖം നോക്കാതെ നടപടിയെടുക്കണം. അപ്പോൾ ഒരു ഫൈനിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അത് സംസ്കരിക്കാൻ ആവശ്യമായ സംവിധാനം ഇപ്പോൾ റെയിൽവേ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റെയിൽവേ അവിടെ നടപടി ആരംഭിച്ചിട്ടുണ്ട് കൊച്ചുവേളിയിൽ. അത് നഗരസഭ കൊടുത്ത ആ അവസാനഘട്ട നോട്ടീസിന്റെ ഭാഗമായിട്ട് ആ തെളിവും പുറത്തുവിടാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ലിക്വിഡ് വേസ്റ്റും സോളിഡ് വേസ്റ്റും കൃത്യമായി സംസ്കരിക്കപ്പെടുന്നുണ്ട് എന്ന് റെയിൽവേക്ക് തെളിയിക്കാൻ കഴിയുമോ എന്നതാണ് നഗരസഭയുടെ ഭാഗമായി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്.